വെറുതെ അല്ല ഒരു സാംസങ് മൾട്ടി ടാസ്കിങ്ങിൽ കിങ് എന്ന് പറയാൻ കാരണം. നിങ്ങളിത് കണ്ടു നോക്ക്. ഒരു സൈഡിൽ ഞാൻ യൂട്യൂബ് ഓപ്പൺ ചെയ്തിട്ട് എൻ്റെ ചാനലിൻ്റെ വീഡിയോസൊക്കെ നോക്കുവാണ്. ഇനിയിപ്പോൾ വീഡിയോ കണ്ടുകൊണ്ട് ഗെയിം കളിക്കണമെങ്കിൽ അതും ആവാം. ഓക്കെ, ഒരു വീഡിയോ പ്ലേ ആവുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ ഞാൻ ഗെയിം കളിക്കുകയാണ്. ഓക്കെ, അതും ക്ലാഷ് ഓഫ് ക്ലാൻസ്. പെസ്സൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ സ്ക്രീൻ വെച്ചിട്ടും പെസ്സ് കളിക്കാൻ പറ്റും. ഓക്കെ, അത് ഞാൻ പറ്റുമെങ്കിൽ ഇതിനകത്ത് ആഡ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ എങ്ങനെ സാംസങ് സാധിക്കും എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, പക്ഷേ ഇത് സാധിക്കും. ഓക്കെ, ഇപ്പോൾ ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് സാംസങ്ങിൻ്റെ M51 ആണ്. ഗാലക്സി M51 ഇറക്കിയതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഡിവൈസാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ടുള്ളതെല്ലാം ചാത്തെന്ന് പറയാം. പക്ഷേ ഇതിന് ഇപ്പോൾ അപ്ഡേറ്റ്സ് ഒന്നും അവർ കൊടുക്കുന്നില്ല. ആൻഡ്രോയിഡ് 12 വരെയുള്ള അപ്ഡേറ്റ് ആണ്. ഇപ്പോൾ റൺ ചെയ്യുന്നത് One UI 4.0 ഇപ്പോൾ One UI 5 പോയി 6 എത്തിയേക്കുവാണ്. പക്ഷേ കുഴപ്പമില്ല, ഇത് ഒരു വർഷം കൂടി മാക്സിമം യൂസ് ചെയ്യാൻ പറ്റും. ഇത് ഏകദേശം ഇപ്പോൾ 4 വർഷത്തോളമായി. പിന്നെ ഇതിൻ്റെ ബാറ്ററിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ 7000 mAh ബാറ്ററിയാണ് കമ്പനി കൊടുത്തിട്ടുള്ളത്. പക്ഷേ നമുക്ക് കിട്ടുന്നത് 6800 mAh ബാറ്ററിയാണ്. ഇവിടെ നിങ്ങൾക്ക് ബാറ്ററി ഇൻഫർമേഷൻ ഇല്ല. അതായത് സെറ്റിംഗ്സിൽ വന്നിട്ട് എബൌട്ട് ഫോൺ പോയിട്ട് നിങ്ങൾക്ക് ബാറ്ററി ഇൻഫർമേഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ സാംസങ് ഡിവൈസിൻ്റെ ബാറ്ററി ഹെൽത്തിൻ്റെ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് വേണം നോക്കാം. ഇത് ഈ ഒരു വീഡിയോയുടെ മെയിൻ ഉദ്ദേശം ഈ ഒരു ഫോണെ പറ്റി പറയാനില്ല, ആ ഒരു സ്പ്ലിറ്റ് സ്ക്രീൻ സെറ്റപ്പ് എങ്ങനെ സെറ്റപ്പ് ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ 2 എണ്ണല്ലേ കണ്ടുള്ളൂ, ഇനി മൂന്നാമതൊരു വിൻഡോ കൂടി നമുക്ക് ഓൺ ആക്കിയിട്ട്, അതായത് ഒരു ആപ്ലിക്കേഷൻ കൂടി ഓൺ ആക്കിയിട്ട് എങ്ങനെ യൂസ് ചെയ്യണം നോക്കാം. സിമ്പിൾ പരിപാടിയാണ്, കൂടെ പോവാം. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങളുടെ ഒരു സാംസങ് ഡിവൈസ് ആണ് One UI 4 അതിന് മേളിലേക്കുള്ളതാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ അതുപോലെ തന്നെ One UI 3 ഉള്ള ഡിവൈസസ് ആണ് നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ചിലപ്പോൾ നിങ്ങൾക്കും വർക്ക് ചെയ്തേക്കാം. പിന്നെ ഇത്രയും ആപ്ലിക്കേഷൻ ഒരേ സമയത്ത് വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ള വാം ഉണ്ട്, പക്ഷേ ആ ഒരു ആപ്പിൻ്റെ പെർഫോമൻസിലൊന്നും ഒരു കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതൊക്കെ സെറ്റപ്പ് ചെയ്യണം നോക്കാം. സിമ്പിൾ പരിപാടിയാണ്. ഫസ്റ്റ് ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആപ്ലിക്കേഷൻ എടുക്കുക. ഇപ്പോൾ ഞാൻ ക്രോം എടുക്കാമെന്ന് വിചാരിക്കാം. ക്രോമിൽ ഞാനിപ്പം വയർലെസ് ഇൻസ്റ്റൈൻ സെർച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അതിന് റീകെൻഡിലേക്ക് വരുവാണ്. റീകെൻഡിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് പഴയ ആ ഒരു റീകെൻസ് നിങ്ങൾ നേരത്തെ യൂസ് ചെയ്ത ആപ്ലിക്കേഷൻ്റെ സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും. അവിടെ വന്നിട്ട് നിങ്ങൾക്ക് ആ ഒരു ഏത് ആപ്ലിക്കേഷനാണോ നിങ്ങൾക്ക് സ്പ്ലിറ്റ് സ്ക്രീൻ ചെയ്യേണ്ടത് ആ ഒരു ആപ്ലിക്കേഷൻ്റെ ഐക്കൺ ഇവിടെ കാണാൻ പറ്റും. അതായത് റീകെൻഡിൽ വരുന്ന ആ ഒരു ആപ്ലിക്കേഷൻ്റെ ഐക്കൺ മേളിൽ കാണാം. അവിടെ നിന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ഓപ്ഷൻസ് വരും. പിന്നെ ചില ആപ്ലിക്കേഷൻസൊക്കെ ഈ സ്പ്ലിറ്റ് സ്ക്രീൻ സപ്പോർട്ട് ചെയ്യുന്നില്ല, അപ്പോൾ അത് മൈൻഡിൽ വയ്ക്കാം. ഗൂഗിളും ഇൻസ്റ്റാഗ്രാം അങ്ങനത്തെ ആപ്ലിക്കേഷൻസൊക്കെ വർക്ക് ചെയ്യും. പിന്നെ ചില സമയത്ത് ചില ഗെയിംസ് സ്പ്ലിറ്റ് സ്ക്രീൻ സപ്പോർട്ട് ചെയ്യാറില്ല, പക്ഷേ എങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിങ്ങനെ പോപ്പ് വിൻഡോയിൽ വന്നിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ ആ ഒരു സ്പ്ലിറ്റ് സ്ക്രീൻ വ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, ഓപ്പൺ ഇൻ സ്പ്ലിറ്റ് സ്ക്രീൻ വ്യൂ, അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് സ്പ്ലിറ്റ് സ്ക്രീൻ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നേറ്റീവായിട്ട് ആ ഒരു സ്പ്ലിറ്റ് സ്ക്രീൻ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇതൊക്കെ ഇത്രയും ആപ്ലിക്കേഷൻസ് ആണ് നേറ്റീവായിട്ടുള്ള ആ ഒരു സ്പ്ലിറ്റ് സ്ക്രീൻ സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ അത് നമുക്ക് പെസ്സും അതുപോലെ തന്നെ ക്ലാഷ് ഓഫ് ക്ലാൻസ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പെസ്സൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, ഞാൻ പെസ് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ പെസ് നിൽക്കുകയാണ്. ഇപ്പോൾ കണ്ടോ, അപ്ഡേറ്റ് അവൈലബിൾ. ഇത് അപ്ഡേറ്റ് ചെയ്ത് നെറ്റ് വേണം. അപ്പോൾ അതിപ്പോൾ ഞാൻ ചെയ്തില്ല. അപ്പോൾ എന്തായാലും ഞാൻ ബാക്ക് പോവാണ്. ഇനിയിപ്പോൾ ബാക്ക് പോകാനാണെങ്കിൽ ആ ഒരു നീല ബാർ കണ്ടല്ലോ, അവിടെ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് എക്സ് അടിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു 3 ഡോട്ട് സ്ലൈഡ് ചെയ്ത് ബാക്കിലേക്ക് താത്തിയും വിട്ടാൽ അത് ക്ലോസ് ആവും. അപ്പോൾ നമുക്ക് ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ബാക്ക് പോകുന്നു. എന്നിട്ട് യൂട്യൂബ് എടുക്കാൻ പോകണം. ഓക്കെ, യൂട്യൂബ് ഓപ്പൺ ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ ചാനലിൻ്റെ സെറ്റപ്പാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഞാൻ റീകെൻഡിലേക്ക് വരുവാണ്. എൻ്റെ ആ യൂട്യൂബ് ഐക്കണിൽ നിന്ന് ഹോൾഡ് ചെയ്യുന്നു. എന്നിട്ട് ആ ഒരു ഓപ്പൺ സ്പ്ലിറ്റ് സ്ക്രീൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ വീണ്ടും സ്പ്ലിറ്റ് സ്ക്രീൻ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. നമ്മൾ ആദ്യം കണ്ട ആ ഒരു ഡെമോയിൽ നിങ്ങൾ ആ ക്ലാഷ് ഓഫ് ക്ലാൻസ് ആയിരിക്കും കണ്ടിട്ടുള്ളത്. അപ്പോൾ നമുക്കത് തന്നെ ഓപ്പൺ ചെയ്യാം. ഇനിയിപ്പോൾ ഫേക്കാന്ന് പറഞ്ഞാലോ. ഓക്കെ, നമ്മളിപ്പോൾ ക്ലാഷ് ഓഫ് ക്ലാൻസ് ഓപ്പൺ ചെയ്യുന്നു. ഇപ്പം സൂപ്പർ സെല്ലിൻ്റെ കാര്യങ്ങളൊക്കെ ഐഡിയും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ക്ലാഷ് ഓഫ് ക്ലാൻസ് ലോഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഗെയിം നൈസായിട്ട് കളിക്കാം. ഓക്കെ, പിന്നെ ഇങ്ങനെ വെച്ച് കളിക്കാം. ഇപ്പം നിങ്ങളിപ്പോൾ ഒരു ഫ്ലിപ്പ് യൂസർ, ഇനിയിപ്പോൾ നിങ്ങൾക്കൊരു ഫ്ലിപ്പ് വാങ്ങാനോ ഫോൾഡ് വാങ്ങാനോ പൈസ ചെയ്ത് നിങ്ങൾക്ക് ഇതുപോലെ സ്പ്ലിറ്റ് സ്ക്രീൻ വെച്ചിട്ട് ആ ഒരു ചെറിയ ഡിസ്പ്ലേയിൽ കളിക്കുന്ന രീതിയിൽ നമുക്ക് കളിക്കാം. ഓക്കെ, ഇതൊന്നും റെക്കമെൻഡ് അല്ല, എങ്കിലും ഇതൊരു ഫണ്ണാണ്. ഓക്കെ, ഇപ്പം വീഡിയോ കാണണമെങ്കിൽ നമുക്ക് വീഡിയോ കാണാം. ഇപ്പോൾ ഞാൻ എൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ ഓപ്പൺ ചെയ്തു, പ്ലേ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അത് പ്ലേ ആവുന്നുണ്ട്. ഇനി നമുക്ക് ഗെയിം കളിക്കാം. അപ്പോൾ നമുക്കെന്താ എളുപ്പമായി ഗെയിം കളിക്കാം, വീഡിയോ കാണാം. ഇനിയിപ്പോൾ നിങ്ങൾ വല്ല സ്കില്ലൊക്കെ പഠിക്കാനാണെങ്കിൽ, അതായത് പെസ്സിൽ സ്കിൽസൊക്കെ ട്യൂട്ടോറിയൽ പഠിക്കുകയാണെങ്കിൽ കുറേ വീഡിയോസ് ഉണ്ടല്ലോ യൂട്യൂബിൽ. അപ്പോൾ ആ ഒരു വീഡിയോസൊക്കെ ഇങ്ങനെ സ്പ്ലിറ്റ് സ്ക്രീൻ വിട്ടിട്ട് നിങ്ങൾക്ക് ട്യൂട്ടോറിയൽ വരെ പഠിക്കാം. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും, ഗെയിമിംഗ് മാത്രമല്ല പല കാര്യങ്ങളും ചെയ്യാം. ഇപ്പോൾ നോട്ട് എഴുതാനൊക്കെ ആണെങ്കിൽ ഒരു സൈഡ് നോട്ട് ട്യൂട്ടോറിയൽ യൂട്യൂബിലിട്ട് അതിനിട്ട് നോട്ട് ആപ്പിൽ കയറ്റുക, അങ്ങനത്തെ പല പരിപാടികൾ. ഇപ്പോൾ വാട്സപ്പ് ആണെങ്കിൽ വാട്സപ്പ്, ഇപ്പോൾ ഞാൻ വാട്സപ്പിലൂടെ കാണിക്കുന്നില്ല, പ്രൈവസി കൺസേൺസ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആപ്ലിക്കേഷൻസ് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള പോലെ സ്പ്ലിറ്റ് സ്ക്രീൻ ചെയ്യാം. ഇനിയിപ്പം നിങ്ങൾക്ക് 2 എണ്ണം പോരാ, ഇനിയും ഓർമ്മ കൂടി വേണമെങ്കിൽ നമുക്ക് അതിനും വഴിയുണ്ട്. നമുക്ക് ജസ്റ്റ് ഇതൊന്ന് റീകെൻഡിലേക്ക് ഇടാം. റീകെൻഡിലേക്ക് ഇടുമ്പോൾ അതേപോലെ തന്നെ ആ ഒരു സ്പ്ലിറ്റ് സ്ക്രീൻ പോലെ തന്നെയാണ് സേവ് ആവുന്നത്. നിങ്ങൾ ആ ഐക്കൺ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇതുപോലെ ആ ഒരു യൂട്യൂബും ക്ലാഷ് ഓഫ് ക്ലാൻസും. നമുക്ക് മൂന്നാമത്തെ ആപ്ലിക്കേഷൻ എടുക്കാനായിട്ട് ബാക്ക് പോവുക.
നമുക്ക് ക്രോം തന്നെ എടുക്കാം. ഓക്കെ, ക്രോം എടുക്കാനായിട്ട് വീണ്ടും ആ ഒരു റീകെൻഡിൽ വന്നിട്ട് ആ ഒരു ക്രോമിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്ത് പിടിക്കുക, ഓപ്പൺ ഇൻ പോപ്പപ്പ് വ്യൂ. ഓക്കെ, അപ്പോൾ അത് പോപ്പപ്പ് വ്യൂ ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ വെറൈറ്റി എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പോപ്പപ്പ് വിൻഡോയിൽ എത്ര ആപ്ലിക്കേഷൻസ് വേണമെങ്കിലും ഓപ്പൺ ചെയ്ത് തരാം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമുക്ക് ഈ പ്ലേ സ്റ്റോർ നമുക്ക് പോപ്പപ്പ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് വീണ്ടും അത് ക്ലിക്ക് ചെയ്യുന്നു, വീണ്ടും ആ ഒരു പ്ലേ സ്റ്റോർ ഐക്കൺ ക്ലിക്ക് ചെയ്യുക, വീണ്ടും ഓപ്പൺ ഇൻ പോപ്പപ്പ് അടിക്കുമ്പോൾ ആ ഒരു ക്രോമിൻ്റെ ഐക്കൺ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ പോപ്പപ്പ് ആയിട്ടുള്ള ആ ഒരു പ്ലേ സ്റ്റോർ ഇവിടെ കാണാം. അപ്പോൾ വെറൈറ്റി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു പോപ്പപ്പ് വിൻഡോ, 2 പോപ്പപ്പ് വിൻഡോയും ഒരേപോലെ ഉപയോഗിക്കാനും പറ്റും. വിഷയം ഫീച്ചേഴ്സാണ്. ഓക്കെ, അപ്പോൾ വീണ്ടും ആ ഒരു പ്ലേ സ്റ്റോറിൻ്റെ അവിടുത്തെ ആ ഒരു നീല ബാർ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു മിനിമൈസിൻ്റെ ബട്ടൺ ഉണ്ടാവും, ഈ ബട്ടൺ അത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് രണ്ടും ഒരുമിച്ചായിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ ഏത് എടുക്കണമെന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. ഇനി ചെല്ലേണ്ടത് ആ ഒരു റീകെൻഡിലേക്ക് വീണ്ടും ചെല്ലുക, എന്നിട്ട് നമ്മുടെ ആ ഒരു സ്പ്ലിറ്റ് സ്ക്രീൻ ആയിട്ടുള്ള യൂട്യൂബ് ക്ലാഷ് ഓഫ് ക്ലാൻസ് കോംബോ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇവിടെ നമ്മുടെ ക്ലാഷ് ഓഫ് ക്ലാൻസ് ഒന്ന് റീലോഡ് ആവുന്നുണ്ട്. ഇപ്പോൾ ഇത്രയും ആപ്ലിക്കേഷൻസ് ഇല്ലേ, ഇതിലെങ്കിലും കുറച്ച് സമയം കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് റീലോഡായി വന്നിട്ടുണ്ട്. നമുക്കിനി പോപ്പപ്പ് വ്യൂവിന് വേണ്ടി പ്ലേ സ്റ്റോർ ഉണ്ട്, ക്രോം ഉണ്ട്. ഇപ്പോൾ ക്രോം എടുക്കുകയാണെന്ന് ചോദിക്കാം. ഇപ്പോൾ ക്രോം എടുത്ത് നമുക്ക് റീസൈസ് വേണമെങ്കിൽ ചെയ്യാം ഇവിടെ. പക്ഷേ കുറച്ച് മെനക്കാണ്, കുറേ ആപ്ലിക്കേഷൻസ് വന്നും ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് പാടാണ്. പക്ഷേ എങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, അതാണ് മെയിൻ. ഇനി നിങ്ങൾക്ക് വീണ്ടും ഒരു ആപ്ലിക്കേഷൻ, അതായത് പ്ലേ സ്റ്റോർ നിങ്ങൾക്ക് വേണമെങ്കിൽ അതും ഇവിടെ ഓപ്പൺ ചെയ്ത് തരാം. എന്നിട്ട് സുഖമായിട്ട് നിങ്ങൾക്ക് എന്താണോ ചെയ്യേണ്ടത് അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ പല വിൻഡോയിൽ പല ആപ്ലിക്കേഷൻസ്, സാധാരണ ആൻഡ്രോയിഡ് ഡിവൈസസിലൊക്കെ ഒരു ആപ്ലിക്കേഷൻസ് ഒക്കെ ലോഡ് ആവാൻ തന്നെ സമയം എടുക്കാറുള്ളതാണ്. പക്ഷേ ഈ ഒരു സാംസങ്ങിൽ ഇതൊന്നൊരു വിഷയമില്ല. ഓക്കെ, ഇതിപ്പം എത്രയാണ്, 4 ആപ്ലിക്കേഷൻസായി. ഇപ്പോൾ വീഡിയോ നിങ്ങൾക്ക് പ്ലേ ചെയ്യണമെങ്കിൽ അങ്ങനെ പ്ലേ ചെയ്യാം. ഇത് അത്യാവശ്യം ഹെവി ലോഡ് കൊടുക്കും സ്മാർട്ട് ഫോണിന്, പക്ഷേ ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ എസ് സീരീസിലുള്ള ആ ഒരു സ്മാർട്ട് ഫോൺസാണ് യൂസ് ചെയ്യണമെങ്കിൽ ഹാങ്ങോ ലാഗോ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, നൈസായിട്ട് കാര്യം നടക്കും. ഇതിലും വലിയ ഹാങ്ങും ലാഗോ ഒന്നുമില്ല, പക്ഷേ ചെറിയ ആ ഒരു എന്താ പറയുക, ഫ്ലോ ചെയ്യുമ്പോൾ ഒരു സ്റ്റട്ടർ പോലെ ഉണ്ട്. പക്ഷേ എന്നാലും നമുക്ക് യൂസബിൾ ആണ്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഗെയിം കളിക്കണമെങ്കിൽ ഗെയിമും കളിക്കാം. ഇപ്പോൾ മറ്റേ അറ്റാക്കും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഞാൻ വലിയ ഗെയിമറല്ല, എന്നാലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നൈസായിട്ട് ഇതുപോലെ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് പോരാ, ഇനിയും പോപ്പപ്പ് വിൻഡോ വേണമെങ്കിൽ വീണ്ടും ആ ഒരു നീലബാർ ക്ലിക്ക് ചെയ്യുക, മിനിമൈസ് ചെയ്യുക. ഈ പ്ലേ സ്റ്റോറും അതുപോലെ തന്നെ മിനിമൈസ് ചെയ്യുക. അപ്പോൾ അത് രണ്ടും ഒരുമിച്ചായല്ലോ. ഇനി നമുക്ക് ബാക്ക് പോകാം. ബാക്ക് പോയിട്ട് ഇനിയിപ്പോൾ അടുത്തൊരു ആപ്ലിക്കേഷൻ ഇപ്പോൾ ഏതെടുക്കാം, ത്രെഡ്സ് ഉണ്ട്. ആ ത്രെഡ്സ് നമുക്ക് ഓപ്പൺ ഇൻ പോപ്പപ്പ് വ്യൂ ചെയ്യാം. ഓക്കെ, അതിനായിട്ട് ഇതൊന്ന് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് അത് വീണ്ടും ബാക്ക് പോവുക വീക്കെൻഡിലേക്ക്. എന്നിട്ട് ആ ഒരു ത്രെഡിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് പിടിക്കുക, എന്നിട്ട് ഓപ്പൺ ഇൻ പോപ്പപ്പ് വ്യൂ കൊടുക്കുക. അപ്പോൾ 3 ആപ്ലിക്കേഷനായി കേട്ടോ. അപ്പോൾ ചില ആപ്ലിക്കേഷൻ ഇപ്പോൾ നിങ്ങൾ കണ്ട പോലെ ആപ്പ് വിൽ നോട്ട് വർക്ക് എന്നൊക്കെ പറയും, അതൊന്നും കാര്യമാക്കേണ്ട, സംഭവം വർക്ക് ചെയ്തോളും. ഓക്കെ, വീണ്ടും ആ ഒരു നീലബാർ ക്ലിക്ക് ചെയ്യുക, വീണ്ടും ആ ഒരു മിനിമൈസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ 3 ആപ്ലിക്കേഷനായി. ഓക്കെ, ഇനി ഇപ്പം ഓർഡർ മതി ഹെവി, നമുക്ക് എത്ര എണ്ണം ചെയ്യാൻ പറ്റും നോക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇൻസ്റ്റഗ്രാം നോക്കാം. ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്യുന്നു, ബാക്ക് പോകുന്നു, വീണ്ടും നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു, ആ ഒരു ഐക്കണിൽ ഹോൾഡ് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക, എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്നിട്ട് ഓപ്പൺ ഇൻ പോപ്പപ്പ് വ്യൂ കൊടുക്കുന്നു. അപ്പോൾ അത് പോപ്പപ്പ് വ്യൂ ആയി, മിനിമൈസ് ചെയ്യുന്നു. ഇപ്പോൾ മൊത്തം 4 ആപ്ലിക്കേഷനായി. ഓക്കെ, എനിക്ക് തോന്നുന്നത് എത്ര വേണം സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇനി നമുക്ക് ആ ഒരു സ്പ്ലിറ്റ് സ്ക്രീനിൽ ചെന്നിട്ട് ഇതൊക്കെ വർക്ക് ചെയ്യുമോ നോക്കാം. അപ്പോൾ നമ്മുടെ സ്പ്ലിറ്റ് സ്ക്രീൻ അവിടെ, ഓക്കെ, ഇവിടെ ഉണ്ട് സ്പ്ലിറ്റ് സ്ക്രീൻ, അത് ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ആ ആപ്ലിക്കേഷൻസ് ഒക്കെ എടുക്കുകയാണ്. ഗെയിം ഒന്നും കൂടി റീലോഡ് ആവുന്നുണ്ടായിരുന്നു, നോക്കണ്ട, കാരണം ഇപ്പോൾ തന്നെ ലോഡ് ആപ്ലിക്കേഷൻസായി. വീഡിയോ പ്ലേ ചെയ്യാം, വീഡിയോ പ്ലേ ചെയ്യുന്നു. പിന്നെ ഇൻസ്റ്റാഗ്രാം 1. ഓക്കെ, ഇത് നിങ്ങൾക്ക് ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ ഇത്രയും ആപ്ലിക്കേഷൻസൊക്കെ മാനേജ് ചെയ്യാൻ കുറച്ച് പാടാണ്, ചെറുതാക്കി. അപ്പോൾ അതൊക്കെ നോക്കിയും കണ്ടിട്ടും ചെയ്യാം. ഓക്കെ, ഇനിയിപ്പം ഇൻസ്റ്റാഗ്രാം ആയിട്ടുണ്ട്. ഇനി ത്രെഡ്സ് ഓപ്പൺ ചെയ്യാം. ഇതിവിടെ കണ്ട് പിടിച്ചിട്ടാണ് ഈ അഡ്ജസ്റ്റ് ചെയ്യുന്നത്, പക്ഷേ ഓക്കെ അഡ്ജസ്റ്റ് ആവുന്നുണ്ട്. ഓക്കെ, ഇതായിട്ടുണ്ട്. ഇനിയിപ്പോൾ പ്ലേ സ്റ്റോർ വേണമെങ്കിൽ പ്ലേ സ്റ്റോർ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ നേരത്തെ അഡ്ജസ്റ്റഡ് ആണ്, ക്രോമും അഡ്ജസ്റ്റ് ആണ്. ഇപ്പം എത്ര എണ്ണമായി? ഇപ്പോൾ മൊത്തം 6 ആപ്ലിക്കേഷൻസാണ് ഒരേ ടൈമിൽ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ക്രോമിൽ ഇപ്പോൾ നിങ്ങൾക്ക് സെർച്ച് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ക്രോമിൽ ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്യാം. ഓക്കെ, അത് വർക്ക് ചെയ്യുന്നുണ്ട്. പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് പുതിയ ഗെയിം, ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ നിന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ അതൊക്കെ. ഇനിയിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി കാണാം, പക്ഷേ ഞാൻ പ്രൈവസി കൺസേൺ ആയതുകൊണ്ട് അത് വേണ്ട. ഓക്കെ, ഇനി ത്രെഡ്സ് നിങ്ങൾക്ക് റിഫ്രഷ് ചെയ്ത് കാണണമെങ്കിൽ അത് ചെയ്യാം. അപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാം ക്ലോസ് ചെയ്യുകയാണ്, എക്സ് അടിച്ച് ക്ലോസ് ചെയ്യാം. ത്രെഡ്സും അതുപോലെ തന്നെ ക്ലോസ് ചെയ്യുകയാണ്. ബാക്കി 2 ആപ്ലിക്കേഷൻസും ഇതുപോലെ വിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ എത്ര ആപ്ലിക്കേഷൻ യൂസ് വരുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇങ്ങനെയൊക്കെ ഈ ഒരു സാംസങ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം നൈസായിട്ട്. ഓക്കെ,
അപ്പോൾ ഞാൻ ഇതെല്ലാം ക്ലോസ് ചെയ്യാനും എളുപ്പപ്പണിയാണ്. ഇപ്പോൾ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ക്ലാഷ് ഓഫ് ക്ലാൻസ് ആണ് വേണ്ടെങ്കിൽ ആ ഒരു 3 ബാർ ഉണ്ടല്ലോ, 3 ഡോട്ട് നടുക്ക് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് ഹോൾഡ് ചെയ്ത് മുകളിലേക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലാഷ് ഓഫ് ക്ലാൻസ് സാധാരണ പോലെ ഓപ്പൺ ആവും, ഒരു കുഴപ്പമില്ലാതെ അത് വർക്ക് ചെയ്യും. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഫോൺ അത്യാവശ്യം വാമായിട്ടുണ്ട്, പക്ഷേ യൂസബിൾ ആണ്. ഓക്കെ, അത്യാവശ്യം ഹമാമാണെങ്കിലും യൂസബിൾ ആണ്, നൈസായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സാംസങ് ഡിവൈസസിൽ ചെയ്യാൻ പറ്റും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ One UI 4 ആണ് നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇതൊക്കെ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ പ്രോസസ്സർ എന്ന് പറയുന്നത് 720G എന്ന് പറഞ്ഞൊരു പ്രോസസ്സറാണ് സ്നാപ്ഡ്രാഗൻ്റെ. അതായതുകൊണ്ടാണെന്നറിയില്ല. ഇനിയിപ്പോൾ നിങ്ങളുടെ മീഡിയടെക്കോ അല്ലെങ്കിൽ എക്സിനോസ് ആണെങ്കിൽ നിങ്ങളുടെ കമൻറ്റ്, നിങ്ങൾ ഇത് ചെയ്ത് കഴിഞ്ഞ് നിങ്ങളുടെ ആ ഒരു എക്സ്പീരിയൻസ് ജസ്റ്റ് കമൻറ്റ് ചെയ്യുന്നത് അടിപൊളിയായിരിക്കും. കാരണം നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ എന്തായാലും കമൻറ്റ് ചെയ്യാം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത്രയും മൾട്ടി ടാസ്കിങ്, അതായത് ഇത്രയും ആപ്ലിക്കേഷൻ സപ്പോർട്ട് ചെയ്യുന്നു, അതുപോലെ തന്നെ സ്പ്ലിറ്റ് സ്ക്രീൻ, അതുപോലെ തന്നെ ഈ ഒരു പോപ്പപ്പ് വിൻഡോ ഒക്കെ ഒരേ സമയത്ത് ഇത്ര ആപ്ലിക്കേഷൻസ് ഒക്കെ ഓപ്പൺ ചെയ്യാനുള്ള സെറ്റപ്പ് സാംസങ് മാത്രമാണ് തരണതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ അതല്ല നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഡിവൈസസ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ, അതായത് സ്റ്റോക്ക് ആൻഡ്രോയിഡിലൊക്കെ നിങ്ങൾക്ക് സ്പ്ലിറ്റ് വ്യൂ കിട്ടും, അതുപോലെ തന്നെ പോപ്പപ്പ് വ്യൂ കിട്ടും. പക്ഷേ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഈ ഒരു പോപ്പപ്പ് വിൻഡോയും കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, അടിപൊളിയായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക. ബാക്കി പറഞ്ഞ പോലെ തന്നെ പുതിയ വീഡിയോസൊക്കെ വരുന്നുണ്ട്, എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ അത്യാവശ്യം റീൽസൊക്കെ ഇടുന്നുണ്ട്, അതും ഫോളോ ചെയ്യുക. ലിങ്ക് ഇവിടെ കൊടുക്കാം. ഓക്കെ, ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ക്ലിക്ക് ചെയ്ത് ഫോളോ ചെയ്യുക. അപ്പോൾ എന്തായാലും ഓക്കെ, ബൈ.